മഹാഭാരത യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ള ആ രാത്രി. ആകാശം കറുത്തിരുണ്ടിരിക്കുന്നു. കുരുക്ഷേത്ര ഭൂമിയിൽ നാളത്തെ രക്തച്ചൊരിച്ചിലിനായി ആയുധങ്ങൾ കാത്തിരിക്കുന്നു. ഹസ്തിനിപുരയിലെ കൊട്ടാരവാതിൽ കടന്ന് ആരും കാണാതെ കുന്തിദേവി ഗംഗാതീരത്തേക്ക് നടന്നു. ഭയം കൊണ്ടല്ല, മറിച്ച് തൻ്റെ ഉള്ളിലെ മാതൃത്വം നീറിപ്പുകയുന്നതുകൊണ്ടാണ് അവർ അവിടെ എത്തിയത്. ഗംഗാനദി ശാന്തമായി ഒഴുകുകയാണ്. അവിടെ നദിയുടെ നടുവിൽ മുട്ടൊപ്പം വെള്ളത്തിൽ നിന്ന് സൂര്യദേവനെ പ്രാർത്ഥിക്കുകയായിരുന്നു കർണൻ. സന്ധ്യാവന്ദനം കഴിഞ്ഞ് കരയിലേക്ക് കയറി വന്ന കർണൻ കണ്ടത് തൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് പിടിച്ച് വിതുമ്പുന്ന ഒരു വൃദ്ധയെയാണ്. അല്ലയോ മാതാവേ, അങ്ങ് എന്തിനാണ് ഈ അസമയത്ത് ഇവിടെ? കർണന്റെ സ്വരം ശാന്തമായിരുന്നു. കുന്തി വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, മകനെ, നീ രാധയുടെ മകനല്ല, നീ എൻ്റെ രക്തമാണ്. കുന്തിയുടെ കടിഞ്ഞൂൽ പുത്രനാണ്. അന്ന് ലോകത്തെ പേടിച്ച് ഗംഗയിൽ ഒഴുക്കിയ നിന്റെ അമ്മയാണ് ഞാൻ. കർണ, നിന്റെ അനിയന്മാർക്കെതിരെ നീ അമ്പെയ്യരുത്. നീ പാണ്ഡവ പക്ഷത്തേക്ക് വരിക. നിനക്ക് ലഭിക്കേണ്ടതാണ് ഈ രാജ്യം. കർണൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. തൻ്റെ ജന്മരഹസ്യം തേടിയുള്ള നീണ്ട വർഷങ്ങളിലെ അലച്ചിൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞത് ഒരു കൈപ്പേറിയ ചിരിയായിരുന്നു. അമ്മേ, അവൻ വിളിച്ചു. ഇത്രയും കാലം എവിടെയായിരുന്നു ഈ അമ്മ? ദ്രോണാചാര്യരുടെ കളരിയിൽ നിന്ന് സൂതപുത്രൻ എന്ന് വിളിച്ച് എന്നെ അകറ്റിയപ്പോൾ, പാഞ്ചാലിയുടെ സ്വയംവര പന്തലിൽ വച്ച് കുലമില്ലാത്തവൻ എന്ന് പറഞ്ഞ് അപമാനിക്കപ്പെട്ടപ്പോൾ എൻ്റെ ഈ അമ്മ എവിടെയായിരുന്നു? അന്നൊന്നും ഓർക്കാത്ത മാതൃത്വം ഇന്ന് പാണ്ഡവരുടെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ മാത്രമുണർന്നത് എന്തുകൊണ്ടാണ്? കുന്തിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകിക്കൊണ്ടിരുന്നു. കർണൻ തുടർന്നു, അമ്മേ, ദുര്യോധനൻ എന്നെ സ്നേഹിച്ചത് എൻ്റെ കുലം നോക്കിയല്ല. ലോകം മുഴുവൻ എന്നെ വെറുത്തപ്പോൾ അവൻ എനിക്ക് രാജ്യം തന്നു, അന്തസ് തന്നു, എല്ലാറ്റിലുമുപരി അവൻ്റെ ഹൃദയം തന്നു. ഇന്നവൻ വിശ്വസിക്കുന്നത് ഈ കർണനെയാണ്. യുദ്ധം തുടങ്ങാൻ നേരം അവനെ ചതിച്ച് സ്വന്തം സഹോദരന്മാരുടെ അടുത്തേക്ക് വരാൻ എനിക്ക് കഴിയില്ല. അത് ഈ കർണന്റെ ധർമ്മമല്ല. എങ്കിലും തൻ്റെ മുന്നിൽ യാചിച്ചു നിൽക്കുന്ന അമ്മയെ വെറും കൈയോടെ വിടാൻ ആ ദാനശീലിക്ക് കഴിഞ്ഞില്ല. അവൻ കുന്തിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അമ്മേ, വിഷമിക്കേണ്ട. കർണന്റെ അടുത്തുനിന്ന് ആരും വെറും കൈയോടെ പോയിട്ടില്ല. അങ്ങേക്ക് ഞാനൊരു വാക്ക് നൽകുന്നു. യുദ്ധം കഴിഞ്ഞാലും അങ്ങേക്ക് 5 മക്കൾ ഉണ്ടായിരിക്കും. അർജുനനൊഴികെ മറ്റൊരു പാണ്ഡവരെയും ഞാൻ വധിക്കില്ല. ഒന്നുകിൽ അർജുനൻ, അല്ലെങ്കിൽ ഞാൻ. യുദ്ധഭൂമിയിൽ ഞങ്ങൾ 2 പേരിൽ ഒരാൾ മാത്രമേ അവശേഷിക്കൂ. അമ്മയുടെ 5ാമത്തെ മകനായി ഒന്നുകിൽ അർജുനൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ കർണൻ. ആ വാക്കുകൾ കുന്തിയുടെ ഹൃദയത്തിൽ തറച്ചു. തൻ്റെ ആദ്യജാതൻ മരണത്തിലേക്ക് നടന്നു പോകുമ്പോഴും വാക്കുപാലിക്കുന്ന ആ മഹത്വം കണ്ട് അവർ നിശബ്ദയായി. ഇരുട്ടിൽ മറയുന്ന കർണന്റെ രൂപം നോക്കി നിൽക്കുമ്പോൾ ആ അമ്മ അറിഞ്ഞു, ലോകം കണ്ട ഏറ്റവും വലിയ വീരൻ മരിക്കാൻ പോവുകയാണ്. പക്ഷേ അവൻ്റെ കീർത്തി സൂര്യനുള്ളിടത്തോളം കാലം നിലനിൽക്കും.